ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യോഹന്നാന്റെ 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കും സിസ്റ്റർ. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 7. 1 യോഹന്നാൻ 1:7 മലയാളത്തിൽ 7 ഇംഗ്ലീഷിലാണ്. ഒന്ന് യോഹന്നാൻ 1:7. അവൻ അവൻ വെളിച്ചത്തിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, അല്ലെ യേശുവിന്റെ രക്തത്തെ കുറിച്ചാണ്. there is a power in the blood of Jesus. നമ്മൾ എപ്പോഴും അറിയാം. നമ്മൾ ഒരുപാട് ദൈവദാസന്മാരുടെ സാക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് ബുക്കുകളും യേശുവിന്റെ രക്തത്തെ കുറിച്ച് എഴുതിയിട്ട്. കാരണം യേശുവിന്റെ രക്തത്തിന്റെ മുമ്പിൽ എല്ലാ ദുർശക്തികളും എല്ലാത്തിൽ നിന്നും നമുക്ക് ജയമെടുക്കാൻ പറ്റും. നമ്മളെല്ലാരും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും യേശുവിന്റെ രക്തം ചെയ്യാൻ പറയാറുണ്ടല്ലേ. പക്ഷെ കാരണം എന്താ വെച്ചാൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ പറയുന്നത്, യോഹന്നാൻ പറയുന്ന യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ യേശുവിന്റെ രക്തത്തിന് പോക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. കാരണം നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാൽ ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് പറഞ്ഞത് യേശുവിന്റെ രക്തത്താലാണ് നമുക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാൽവരി ക്രൂശിൽ കർത്താവ് യേശു ക്രിസ്തു അവസാനത്തുള്ള രക്തം വരെ ചൊരിഞ്ഞു നമ്മളെ വിലയ്ക്ക് വാങ്ങി, സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. പത്രോസ് പറയുന്നത് കഴിഞ്ഞു പോകുന്ന പൊന്ന് വെള്ളി മുതലായ വസ്തുക്കൾ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തത്താലത്രേ നമ്മളെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ അവിടെ കൊടുത്ത പ്രൈസ് എന്താന്ന് ചോദിച്ചാൽ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിളിക്കുക. അപ്പൊ ആ രക്തത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പാപവും നമ്മുടെ ജീവിതത്തിലില്ല. സ്തോത്ര. എത്ര വലിയ പാപിയായിരുന്നു എന്ന് പറഞ്ഞാലും, എത്ര വലിയ നമ്മള് ചില ദൈവദാസന്മാരുടെ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്. ദുർമന്ത്രവാദികൾ, എന്താ പറയാ, സെമിത്തേരിക്കുള്ളിൽ ഇരുന്നിട്ട് മരിച്ചു പോരെ വിളിച്ചു വരുത്തി ദുർമന്ത്രവാദം ചെയ്ത് ജനങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്കെതിരെ വിരോധമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർമന്ത്രവാദികളെ വരെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കർത്താവ് മാറ്റിയിട്ടുണ്ട്. കാരണം അവർ ചെയ്തിട്ടുള്ള ദുർമന്ത്രവാദമോ ആഭിചാരമോ കൊലപാതകമോ ഒന്നും ഒരു പാപവും ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത പാപമല്ല. സാത്താൻ ഏറ്റവും ആദ്യത്തെ സാത്താനെ ആരാധന സ്റ്റാർട്ട് ചെയ്ത മനുഷ്യനെ ദൈവം ക്രിസ്തുവിന്റെ ഫോളോവർ ആക്കി മാറ്റി, അല്ലെ? കാരണം എന്താ? ദൈവത്തിന് ക്ഷമിക്കാൻ. അതപ്പോ യേശുവിന്റെ രക്തത്തിന് പോക്കാൻ കഴിയാത്ത ഒരു പാപവും ഇല്ല. യേശുവിന്റെ രക്തത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവും ഇല്ല. ആ രക്തം സകല പാപത്തെയും പോകുന്നു. നമ്മുടെ കണ്ണിലാണ്, നമ്മുടെ ലിസ്റ്റിലാണ്, നമ്മൾ നോക്കുമ്പോഴാണ് അയ്യോ ഇവരങ്ങനെയല്ലേ ഇവരിങ്ങനെയല്ലേ എന്നൊക്കെ നമ്മുടെ മനസ്സ് വരുന്നത് ചിന്തകൾ. പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, പിതാവിന്റെ യേശുവിനെ പരസ്യമായി നിർത്തിയേക്കുക. ആർക്ക് വേണമെങ്കിലും, അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. ആർക്ക് വേണമെങ്കിലും ആ രക്തത്തിന്റെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ രക്തത്താൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എബ്രായ ലേഖൻ പറയുന്നത്, എബ്രായ ലേഖനത്തിന് 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കാം. കുറേ വചനമുണ്ട്, പക്ഷെ നമ്മളെല്ലാം ഒന്നും വായിക്കുന്നില്ല. ഒരുപാട് വചനം വായിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ച് ആട്ടുപറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നു എങ്കിൽ
നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ആമേൻ, സ്തോത്രം. ആട്ടുകൊറ്റന്മാരുടെ കാളകളുടെ രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ ഹാലേലിയ. അത് പഴയ നിയമത്തിൽ ഹാലേലിയ ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാകളെയും ഒക്കെ ഹാലേലിയ അറുത്തിരുന്ന് എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ പാപത്തിന് പരിഹാരത്തിനായിട്ട് അതിന് ജഡീക ശുദ്ധി വരുത്താൻ വേണ്ടി അങ്ങനെ അതൊക്കെ ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ ലേഖനം ഇവിടെ പറയുന്നത് ഹാലേലിയ ആമീൻ അവിടെ എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കരെ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷി നിർജ്ജീവ പ്രവർത്തികളെ പോക്കിയും എത്രയധികം ശുദ്ധീകരിക്കും. അപ്പൊ നമ്മുടെ മനസ്സാക്ഷിയാണ് ഇവിടെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ നിർജീവമായ പ്രവൃത്തികൾ, ജീവനില്ലാത്ത ചില പ്രവൃത്തികൾ, ജീവൻ പോകുന്ന ചില പ്രവൃത്തികൾ അതിൽ നിന്നൊക്കെ ശുദ്ധീകരിച്ച് നിഷ്കളങ്കമായ ഒരു മനസ്സാക്ഷി തരാൻ വേണ്ടിയിട്ട് നിത്യാത്മാവിനാൽ തന്നെത്താൻ അർപ്പിക്കപ്പെട്ട നിഷ്കളങ്കമായ രക്തത്തിന് അത്രയധികം ശക്തിയുണ്ട്. അതേ പറഞ്ഞ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ രക്തത്താൽ അത്രേ. അപ്പൊ ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയാത്ത നമ്മുടെ എന്താ ആ രക്തം നമ്മുടെ മേൽ തളിക്കുക, നമ്മുടെ ദുർമനസാക്ഷിയൊക്കെ നീങ്ങണമെന്നേ. പിന്നെ അവിടെ പാപത്തെക്കുറിച്ചുള്ള ഞാൻ പാപിയാണ് എന്നുള്ള ചിന്ത വെച്ചുകൊണ്ടല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. 10-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 9:22 വാക്യം പറയുന്നത് എന്താ പറയാ? ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടും, രക്തം ചൊരിഞ്ഞിട്ടല്ല വിമോചനമില്ല. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കും. അവിടെ പറയുന്ന ഏകദേശം സകലം. പക്ഷേ ന്യായപ്രമാണ പ്രകാരം തളിക്കുന്ന ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെ രക്തം ഏകദേശം എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെ പോകും. രണ്ടേ നമ്മൾ വ്യത്യാസം എന്താണ്? അവിടെ പറയുന്നത് ഓൾമോസ്റ്റ് അല്ലെ ഏകദേശം. നമ്മൾ പറയത്തില്ല ഏകദേശം ശരിയാണെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ എക്സാം എഴുതിയിട്ട് ഒരു ക്വസ്റ്റ്യൻ അറിയും, പക്ഷെ എന്നാലും ഞാൻ എഴുതിയത് ഏകദേശം ശരിയാന്ന് വെച്ചാൽ പൂർണ്ണമായും ശരിയാണെന്ന് ഉറപ്പില്ല, പൂർണ്ണമായും ശുദ്ധീകരിക്കണമെന്ന് ഉറപ്പില്ല. അവിടെ പറയുന്ന ഏകദേശം നമ്മുടെ പാപങ്ങളൊക്കെ പോക്കുമെന്നാണ് അവിടെ വിശ്വസിച്ചതിൽ കർത്താവ് യേശു രക്തത്തെ കുറിച്ച് പറയുന്നത്. അവൻ നമ്മുടെ സകല പാപവും പോക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് യേശുക്രിസ്തു അപ്പൊ ഇവിടെ പറയുന്നത് പഴയ നിയമത്തിൽ രക്തം ചൊരിയാതെ വിമോചനമില്ല. കാരണം ഒരാൾക്ക് പാപമോചനം ലഭിക്കണമെങ്കിൽ ഒരു ശുദ്ധി വരുത്തണമെങ്കിൽ അതിന് രക്തം ആവശ്യമാണ്. രക്തമില്ലാതെ ഒരിക്കലും ഹാലേലൂയ രക്തം ചൊരിയാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റും. അപ്പൊ നമ്മുടെയൊക്കെ രക്തം ചൊരിയേണ്ട സ്ഥാനത്താണ് ഹാലേലൂയ നമുക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പൊ നമുക്കൊക്കെ ലഭിക്കേണ്ടിരുന്ന പ്രതിഫലം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് നമ്മൾ മരണത്തിന് അർഹരായി മാറേണ്ടതാണ്. ഹല്ലേലൂയ. ആ മരണത്തിൽ നിന്ന് അതെങ്ങനെ നമ്മൾ തന്റെ മരണത്താലാണ് നമ്മളെ രക്ഷിച്ചേക്കുന്നത്. അപ്പൊ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ കൊടുത്തു. നമ്മൾ ഏറ്റുവാങ്ങേണ്ടുന്ന ശിക്ഷ മരണം കർത്താവ് മരിച്ച് നമുക്ക് വേണ്ടി നിത്യജീവൻ നൽകി തന്നു. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തം രക്തം. അപ്പൊ രക്തം ചൊരിയാതെ വിമോചനമില്ല. ഒരാളെ വിടുവിക്കണമെങ്കിൽ, ഒരാളെ മോചിപ്പിക്കണമെങ്കിൽ അവിടെ രക്തം കൊടുത്തേ മതിയാകത്തുള്ളൂ. ആ രക്തം കൊടുത്ത് കർത്താവ് നമ്മളെ വിടുവിച്ചതാണ്. 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം പറയുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠ ജീവനുള്ള പൊതുവഴി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവും ധൈര്യവും ദേവാലയത്തിൽ ലഭിച്ചു. അത് കഴിഞ്ഞ ശേഷം 22-ാം വാക്യം പറയുന്നത്, നമുക്ക് പുരോഹിതൻ ദേവാലയത്തിലേക്കുള്ള മഹാപം നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടുമായ വിശ്വാസ പൂർണ്ണ നിശ്ചയം വിട്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലും. അപ്പം കർത്താവ് യേശുക്രിസ്തു തന്റെ രക്തത്താലാണ് ഒരു ജീവനുള്ള പുതുവഴി പ്രതിഷ്ഠിച്ചേക്കുന്നത്. കാരണം നമുക്കറിയാം പുരോഹിതന്മാര് അറക്കുന്ന കാളക്കിടാങ്ങളെ ആട്ടുകൊറ്റന്മാരുടെ രക്തം എടുത്തുകൊണ്ടാണ് അവർ ഹാലേലിയ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അതുപോലെ കർത്താവ് യേശുക്രിസ്തു സ്വന്തം രക്തത്താൽ നമുക്കൊരു പുതുവഴി സൃഷ്ടിച്ചു. എവിടേക്കാ? ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള
പ്രവേശനത്തിലുള്ള ഒരു പുതുവഴി സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ദുർമനസാക്ഷി നീങ്ങുമാർ ഇവിടെ പറയുന്നത്, ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരും വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ഹൃദയത്തിൽ ഗിൽറ്റി ഫീലിംഗ് ഒന്നും ഇല്ലാതെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ ഹല്ലേലൂയ നമുക്കൊരു പരമാർത്ഥ ഹൃദയം പറഞ്ഞ ഹൃദയത്തെ ശുദ്ധീകരിച്ച്, മനസാക്ഷിയെ ശുദ്ധീകരിച്ച് കർത്താവ് യേശു രക്തം കൊണ്ട് ആ ഹൃദയത്തിന്റെ പരമാർത്ഥ ഹൃദയത്തോട് എപ്പ വേണമെങ്കിലും ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറി ചെല്ലാം. അവിടെ പുതുവഴി സൃഷ്ടിച്ച ആ വഴിയെ അടച്ചു കളയാൻ പറ്റത്തില്ല. ആകാശത്തിൽ കൂടെ കടന്നു പോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ പോയപ്പോൾ അവിടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലാനായിട്ട് ഒരു പുതുവഴി തുറന്നിട്ടാ പോയേക്കുന്നത്. ആമേൻ, സ്തോത്രം. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം മഹാപുരോഹിതന്മാർ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി പോകുമ്പോൾ എത്രത്തോളം ഹല്ലേലൂയ ഭയത്തോടു കൂടി കയറിപ്പോയി. കാരണം അവരിൽ അല്പമെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ അവരുടെ ജീവൻ പോയി മരിച്ചു വീഴുന്ന അവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് കർത്താവ് യേശുക്രിസ്തു രക്തം അതാ പറയാ സകല പാപത്തെയും പോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ദുർമനസാക്ഷിയും വേണ്ട. ഒരു അശുദ്ധ ഹൃദയമാണ് ചിന്തയും വേണ്ട, ശുദ്ധ ഹൃദയത്തിൽ. പക്ഷെ അവിടെയാ അത് നമ്മുടെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും നമ്മൾ ആ ശുദ്ധവെള്ളത്തെ കഴുകപ്പെട്ടവരുമാണെന്ന് ബോധം വേണം നമുക്ക്. നമ്മുടെ ദൈവം പറയുന്നത് നമ്മുടെ പാപം എത്ര കടുചുവപ്പാണെങ്കിലും നമുക്ക് വെളുപ്പിക്കാം. അതുപോലെ നിങ്ങളുടെ പാപങ്ങളെ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞ ഇതൊരിക്കലും ദൈവം ഓർക്കുന്നില്ല, ദൈവം ഓർപ്പിക്കുകയില്ല. പഴയ കാലം കഴിഞ്ഞ കാലം നമ്മൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് എടുത്ത് ന്യായം വിധിക്കത്തില്ല. പക്ഷേങ്കിൽ നമ്മുടെ മനസാക്ഷി എന്താ ദുർമനസാക്ഷി നീങ്ങാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മളെ ഇങ്ങനെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. പിന്നെ പിശാച് ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഓർമ്മിപ്പിക്കും, എന്താ നീ പണ്ട് അങ്ങനെയായിരുന്നില്ലേ, നീ പണ്ട് ഇങ്ങനെയായിരുന്നില്ലേ എന്നൊക്കെ പറയാല്ലേ, അല്ലേ സിസ്റ്റർ? പക്ഷെ ദൈവം ഒരിക്കലും ഇത് ഓർമ്മിപ്പിക്കത്തില്ല. നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോളുക, നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമായിട്ടില്ല, നിങ്ങളുടെ ഹൃദയം പരമാർത്ഥ ഹൃദയമായി മാറിയിട്ടില്ല, അത് കഴുകപ്പെട്ടിട്ടില്ല. യേശുവിൻ രക്തത്തെ പൂർണ്ണമായി കഴുകപ്പെട്ടിട്ടില്ല. അതുപോലെ നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം ക്ഷമിച്ചന് മറ്റാർക്കും ന്യായം വിധിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾ എന്താ പറയാ തെറ്റിപ്പോരും, നമ്മൾ മറന്നു പോരും നമ്മുടെ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ആ സ്നേഹം അത് എത്രത്തോളം വലുതാണ് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. അതുപോലെ തന്നെ 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറഞ്ഞാൽ, അങ്ങനെ യേശു സ്വന്തം രക്തത്തെ ജനത്തെ വിശദീകരിക്കപ്പെടേണ്ടെന്ന് നഗരവാതിൽ പുറത്തു വെച്ച് അനുഭവിച്ചു. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച്, അതിന്റെ പാളയത്തിന് പുറത്ത് വെച്ച് എന്താ ചെയ്യുന്നത്? കഷ്ടം അനുഭവിച്ചു. അത് ലേവ്യ പുസ്തകത്തിലൊക്കെ പറയുന്നതാണ്. അവരുടെ ശരീരം, ആ അർക്കപ്പെടുന്നതിന്റെ ശരീരം നഗരത്തിന് അത് പുറത്തു കൊണ്ട് ചുട്ടുകളയണം. കാരണം എന്താ വെച്ചാ പാപ പരിഹാരാർത്ഥം അർപ്പിക്കപ്പെട്ട ശരീരമാണ്. അത് പാളയത്തിന് പുറത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ യേശു കർത്താവ് കാൽവരിയുടെ കുളക്കലത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു വെച്ചാൽ പാളയത്തിന് പുറത്താണ് നമുക്ക് വേണ്ടിയിട്ട് ഒരു അകൃത്യയാകലെ പാപയാഗമായിട്ട് അർപ്പിക്കപ്പെട്ടത്. അങ്ങനെ ആ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ ആ ശരീരം നുറുക്കപ്പെട്ട് നമുക്ക് വേണ്ടി ചുട്ട് നമുക്ക് വേണ്ടി പാപമോചനം നൽകി തന്നിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നു. വായിച്ച സിസ്റ്റർ എടുത്തണ്ടി. വെളിപ്പാട് 7-ന്റെ 14. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവർ കുഞ്ഞാടിന്റെ മഹാകഷ്ടത്തിൽ നിന്ന് വന്നു കുഞ്ഞാടിന്റെ രക്തത്താൽ അവർ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു വെളുത്ത അങ്കി ലഭിച്ചത് കുഞ്ഞാടിന്റെ രക്തത്താലാണ്. മഹാകഷ്ടമൊക്കെ അനുഭവിച്ചെങ്കിലും കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മൾ അങ്കി അലക്കി വെളുപ്പിച്ചവരായിട്ടാണ് അവിടെ ചെന്നത്. ഹല്ലേലൂയ.
ആമേൻ. അതിന്റെ തന്നെ 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് വാക്യം നമ്മളിന്ന് വായിക്കുന്നതിനകത്ത്. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ആമേൻ. മരണപരി ആ മരണപര്യന്തം തങ്ങളുടെ അപ്പൊ പ്രാണനെ അവർ അവനെ സ്നേഹിച്ചതുമില്ല. ആരാ? കുഞ്ഞാടൻ രക്തത്താൽ അങ്കി വെളുപ്പിക്കപ്പെട്ട് അവിടെ ചെന്ന് കയറിയിരിക്കുന്നവർ, അവർ അവനെ കുഞ്ഞാടൻ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചന ഹേതുവായിട്ടും ജയിച്ചു. അപ്പം കുഞ്ഞാടൻ രക്തത്താൽ അവർ അവനെ ജയിച്ചു. ആരെയാണെന്ന് അറിയണം. കാരണം തൊട്ടു മുമ്പുള്ള വാക്യം വായിച്ചാൽ മനസ്സിലാകും. ആമേ ഹല്ലേലൂയ. എന്താ അപ്പോൾ ശബ്ദത്തിൽ പറ. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ആമേൻ. അപ്പം നമ്മളെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി, ആ അപവാദി നമ്മൾ എങ്ങനെ ജയിക്കണം വെച്ചാൽ യേശുക്രിസ്തു രക്തത്താൽ അവർ ജയിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിന്റെ ഞാൻ രക്തം ഹേതുവായിട്ടും സാക്ഷ്യവചനത്താൽ അവനെ ജയിച്ചു. അപ്പൊ പിശാചിനെ ജയിക്കാനായിട്ട് എങ്ങനെയാണ് നമ്മൾ ജയിക്കേണ്ടത്? യേശുക്രിസ്തു രക്തത്താലും വചനത്താലും നമുക്ക് ജയിക്കാൻ കഴിയും. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ആ പവർ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി പറയുമ്പോൾ ഒരു പൈശാചിക ബന്ധനത്തിൽ നിൽക്കാൻ കഴിയത്തില്ല. നമ്മൾ ബെന്നിഹിന്റെ ഒരു ബുക്കുണ്ട്, ദ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞത് തന്നെ. അനേകർ അതുപോലെ രക്തത്തെ കുറിച്ച് പറയുന്ന അനേക ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ. രക്തം. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസന്റെ സാക്ഷ്യം കേട്ടതിനകത്ത്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ രക്തത്തെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. കാരണം അതിനകത്ത് പറയുന്ന അദ്ദേഹം പൂനെയിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്താണെന്ന് തോന്നുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് അവിടുത്തെ ഒരു പച്ചക്കറി കച്ചവടക്കാരൻ അദ്ദേഹം ചെന്നപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചു, പാതിരിയാണോ എന്ന് ചോദിച്ചു. കാരണം അവര് ശുശ്രൂഷ അല്ലെങ്കിൽ മന്ത്രവാദി അല്ലെങ്കിൽ എന്താ പറയാ ആരാ? പുരോഹിതൻ. പൗരോഹിത്യമാണ്. പുരോഹിതനാണോ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞ അതേ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു പുരോഹിതനുണ്ട്, വേറൊരു പുരോഹിതന്റെ ആവശ്യമില്ല. കാരണം അവിടെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. ആഭിചാരം മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന ഒരു മന്ത്രവാദി, രാജാനുബാഹി ഒരു മനുഷ്യന് മന്ത്രവാദിയോടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു മന്ത്രവാദി ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു പുരോഹിതനുള്ളപ്പോൾ മറ്റൊരു പുരോഹിതന്റെ ആവശ്യമില്ല, ഒരു ദേശത്ത് ഒരു പുരോഹിതൻ മതി. അവിടുത്തെ ജനം പറഞ്ഞതാണ്. അദ്ദേഹം ദൈവസന്നിധിയിൽ ചെന്ന് ഒന്നും വേണ്ടിയില്ല, റൂമിൽ ചെന്ന് മുട്ടമടക്കി കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീയല്ലേ എന്നെ ഇവിടെ അയച്ചത്? ആണെങ്കിൽ ഇവിടെ ഞാൻ ദൈവത്തിന്റെ പുരോഹിതനാണെങ്കിൽ ആരാ നിൽക്കേണ്ട? ദൈവമല്ല തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയേണ്ട ഒരു ദിവസം അതവിടുന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഒരു ദിവസമായി പെട്ടെന്ന് ഒരു കാളവണ്ടി വരുന്ന കണ്ട്, ഒരു കാളവണ്ടി വന്ന് അദ്ദേഹം തുറന്നു നോക്കിയപ്പോ കാളവണ്ടി വന്നിട്ട് ഈ മന്ത്രവാദിയോടേക്ക് നോക്കിയിട്ട് അതിൽ പെട്ടെന്ന് മടങ്ങിപ്പോകുന്ന കണ്ട്. പിന്നീട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇത് വന്നെത്തി നോക്കും പോകും, വന്നെത്തി നോക്കും. കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു ദിവസം ബസ്സിൽ കയറിയപ്പോൾ ഈ മന്ത്രവാദിയും ഉണ്ട് ആ ബസ്സിലേക്ക് കയറി. അയാൾ ഇരുന്ന സീറ്റിലേക്ക് ഞാനും ചെന്നിരുന്നു. ഇരുന്ന് കഴിയപ്പോൾ ഇയാളുടെ എന്നിട്ട് പുറത്ത് ഇയാൾ പയ്യെ പറയാൻ എൻ്റെ കൈ എടുത്ത് അയാളുടെ പുറത്തോട്ട് അങ്ങ് വെച്ചു. വെച്ച് കഴിഞ്ഞിട്ട് മനസ്സിൽ അതിൽ നിന്നുകൊണ്ട് യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തത്താൽ ചെയ്യുമെന്ന് പറയും. കുറച്ച് കഴിയപ്പോൾ ഇയാള് അലറാൻ തുടങ്ങി. ഇയാളുടെ വായിന്ന് നുരയും പതിയും ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ പറയാം. അപ്പൊ ഞാൻ പയ്യെ കൈ എടുത്തു. എന്നിട്ട് പറയണം, അദ്ദേഹത്തിന് ഞാൻ ഇറങ്ങുന്നിടത്തുനിന്ന് കഴിഞ്ഞ് 14 കിലോമീറ്റർ അപ്പുറം പോകേണ്ട മനുഷ്യൻ ഞാൻ ഇറങ്ങുന്നതിനെ കാട്ടി മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിപ്പെട്ട ഇറങ്ങിപ്പോയതിനു ശേഷം അടുത്ത 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് നോക്കിയപ്പോൾ ഒരു കാളവണ്ടിക്കകത്ത് സകല സാധനങ്ങളും കെട്ടിപ്പെറുക്കുകയും ഈ മന്ത്രവാദികളൊന്നും പോകുന്നുണ്ട്. അപ്പൊ ഇയാൾ ഓടിച്ചെന്ന പച്ചക്കറി കടക്കാരെടുത്ത് വെച്ചിട്ട്, എന്ത് പറ്റി നിങ്ങളുടെ പുരോഹിതൻ എന്ത് പറ്റി, ട്രാൻസ്ഫർ ആയോ എന്ന് ചോദിച്ചാൽ അവർ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ, അദ്ദേഹം പോകുവാണ്. കാരണം ഇവിടെ ഒരു പുരോഹിതൻ നിന്നാൽ മതിയെന്ന് പറയുന്നെങ്കിൽ അവിടെ നിൽക്കേണ്ട പുരോഹിതൻ ദുർമന്ത്രവാദിയെ ആഭിചാരകനായ ഒരു പുരോഹിതൻ അല്ല അവിടെ നിൽക്കേണ്ടുന്നത്. ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ പുരോഹിതന്മാർ അവിടെ നിൽക്കേണ്ടുന്നത്.
അവൻ നമ്മളെ ദൈവം ഹാലേലിയ യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുത്ത് അപ്പൊ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഹാലേലിയ അവിടെ നിലനിൽക്കേണ്ടുന്നത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് ഹാലേലിയ. ഇന്നലെ ഞാനൊരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തിരുവനന്തപുരത്ത് ഹാലേലിയ ആ പിതാവിനെ കൊന്ന ആ മകനെ കുറിച്ച് പറയണം. അവൻ സാത്താനെ ആരാധനയ്ക്ക് പോയിക്കൊണ്ട് എറണാകുളത്ത് അവൻ മെഡിസിൻ പഠിക്കാൻ ചൈനയിൽ പോയിട്ട് ഹാലേലിയ ലാസ്റ്റ് സെമസ്റ്റർ ഈ കോവിഡിന്റെ സമയത്ത് തിരിച്ചു വന്ന് പിന്നീട് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇവൻ നിന്നിട്ടപ്പോൾ അവന് സിനിമാ മോഹം വന്ന് സിനിമ പഠിക്കണമെന്നും പറഞ്ഞ് എറണാകുളത്തേക്ക് പോയി ഹാലേലിയ. അതോടുകൂടി അവന്റെ ജീവിതം മാറി മറിഞ്ഞു അവന്റെ മാതാവ് പറഞ്ഞു ഹാലേലിയ. അവിടെ പോയതിനു ശേഷം ഇവൻ വേറൊരാളായി മാറി ഹാലേലിയ. അമ്മയും അപ്പനെയും പീഡിപ്പിക്കുന്ന ഹാലേലിയ. കുറെ വർഷങ്ങളായി അവന്റെ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നതായി പറഞ്ഞ കാരണം അവൻ അവിടെ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അവൻ സാത്താനെ ആരാധനയിൽ പങ്കാളിയായി തുടങ്ങി ഹാലേലിയ. അവൻ ഹാലേലിയ അവിടെ ചെന്ന് പെട്ടുപോയ സത്താനി ആരാധന അവന് ഒരു മനുഷ്യനല്ല ഒരു മൃഗമാക്കി മാറ്റി ഹാലേലിയ. അവൻ ലാസ്റ്റ് ഇപ്പൊ അവസാനം എന്ത് പറ്റും? അവന്റെ പിതാവിന്റെ കഴുത്ത് അറുത്തവൻ കൊന്നു ഹാലേലിയ. ഇന്ന് മക്കൾ ഹാലേലിയ അപ്പനമ്മമാരെ കൊല്ലാനായിട്ട് ഒരു മടിയും കാണിക്കാത്തതിന്റെ കാരണം വെറുതെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന മാറ്റമല്ല, നിങ്ങൾ അറിയേണ്ട കാര്യം അവനിന്മേൽ കയറുന്ന പൈശാചിക ശക്തികളാണ് അത് ചെയ്യുന്നത്. ആ പൈശാചിക ശക്തി കയറാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം മക്കൾ ഉണരാത്തത് കൊണ്ട് ഇന്ന് പൈശാചിക ശക്തി എറണാകുളത്തെ കുറിച്ച് പറയുന്നത് ഇന്നലെ ഒരു ന്യൂസിനകത്ത് പറയുന്നു, സിനിമാ മേഖലയാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും എല്ലാവരും ഇന്ന് സാത്താന്യ ആരാധനയുടെ പിറകെയാണ് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി എന്തൊക്കെയോ ലഭിക്കുമെന്ന് ഇവർ ബോധ്യപ്പെടുത്തും, എന്തൊക്കെയോ മാറുമെന്ന് അവർ ബോധ്യപ്പെടുത്തും, എന്തൊക്കെയോ നേടാമെന്ന് അവർ ബോധ്യപ്പെടുത്തിയിട്ട് അതിലേക്ക് പലരെയും കൊടുക്കും. വാഗമണ്ണിലൊക്കെ പറഞ്ഞേക്കത് പൂർണ്ണ നഗ്നരായിട്ട് പോയിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ ഹല്ലേലൂയ. പക്ഷെ അവരറിയാത്ത ഒന്നുണ്ട്, ഇവരുടെ ജീവിതത്തിൽ നിൽക്കുന്ന എന്ത് ഹാലേലിയ ഈ ഹാലേലിയ പ്രോബ്ലം ആണെങ്കിൽ അത് മാറ്റാൻ കഴിയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആണെന്നുള്ളത്. ദൈവത്തിന് മനുഷ്യർക്കിടെ ഏക മധ്യസ്ഥത യേശുവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അവർ ദൈവത്തെ കാണാനല്ല അവിടെ പോകുന്നത്, നമുക്ക് മനസ്സിലായി. കാരണം ഈ ലോകത്തിൽ എന്തൊക്കെയോ നേടാനാണ് പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പലപ്പോഴും ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെ ഒക്കെ പിന്നാലെ പോകുന്ന ആൾക്കാർ എന്തിനു വേണ്ടി പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവര് ദൈവത്തെ അന്വേഷിക്കുന്നവരല്ല, ഈ ലോകത്തിൽ എന്ത് ലഭിക്കുമെന്ന് നോക്കി പോകുന്നവരാണ്. അല്ലേ? ഹാലേലൂയ. ഇന്ന് എന്തുകൊണ്ടാണ് ഇതിന് വരുന്നത് ഇങ്ങനെ സംഭവിച്ച ഇന്നത്തെ പല ആത്മീയ കൂട്ടായ്മകളും ഇന്നത്തെ പല ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പല ആത്മീയ കൂട്ടായ്മകളും എനിക്കെന്ത് ലഭിക്കും, ആ മീറ്റിങ്ങിന് പോയി എനിക്കെന്താ ഗുണം, ആ മീറ്റിംഗ് പോയി എനിക്കെന്താ പ്രയോജനം, എനിക്കെന്ത് ലഭിക്കും, ഈ ചിന്ത ഇന്ന് മനുഷ്യനെ വല്ലാതെ ഭരിക്കുന്നുണ്ട് കാരണം ഇന്ന് കേൾക്കുന്നത് മൊത്തം ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടത കാര്യങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കുന്നു. ഒരു മനുഷ്യന് ശുദ്ധീകരണം വരുത്തണ്ട, ഒരു മനുഷ്യന്റെ ചിലത് വിട്ട് കളയണം, അവരെ നോക്കിയിട്ട് നീ അത് വിട്ട് കളയണം, നിന്റെ ഈ സ്വഭാവം മാറണം, നീ ഇത് മാറിയാൽ മാത്രമേ നിനക്ക് അടുത്ത ലെവലിലേക്ക് കയറാൻ കഴിയത്തുള്ളൂ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നില്ലെന്ന് പലരും. യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിച്ചു, അത് ശുദ്ധീകരിച്ചു. എന്നാൽ ഇന്ന് ഓരോരോ പാപങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് കർത്താവ് യേശു ക്രിസ്തു നമ്മളെ ശരീരം തിരു രക്തവും നമ്മൾ പാനം ചെയ്യുന്ന മുമ്പ് പറയും പൗലോസൊപ്പം എഴുതി വെച്ചിട്ടുണ്ട്, അവനവൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ കരം നീട്ടുവാനായിട്ട്. ആ ശോധന ചെയ്യുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ പോലെ നീ വഴിപാടർപ്പിക്കാൻ പോകുമ്പോൾ യാഗപീഠത്തിങ്കിലേക്ക് ചെല്ലുമ്പോൾ നിനക്ക് വല്ലവരോടും വല്ലതും ഉണ്ടോന്നല്ല, നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഹാലലിയ. എത്ര പേര് ഇന്ന് ആ ശുദ്ധീകരണം പ്രാപിച്ചിട്ട് ഇത് മേടിച്ച് കഴിക്കുന്നുണ്ട്? യേശു കർത്താവ് പറഞ്ഞത് ആ രക്തത്തിലും വചനത്തിലും അല്ലെങ്കിൽ അപ്പത്തിൽ, ശരീരത്തിലും രക്തത്തിലും യേശുവിന്റെ ജീവനുണ്ട്. ആമേൻ, 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 ആമേൻ. സ്തോത്ര. ഹാലലിയ. അത് വെറുതെ ഒരു ചടങ്ങായിട്ട് ചെയ്യുവാനുള്ളതല്ല. പിന്നെ പല ദൈവദാസന്മാരും ഉള്ളിൽ വിരോധം വെച്ച്, കോപം വെച്ച്, വിശ്വാസികളുടെ പക വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഇതെടുത്ത് ഇതെടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്യാറുണ്ട്. എന്ത് ഗുണം അതുകൊണ്ട്? പല വിശ്വാസികളാണെങ്കിലും മറ്റുള്ളവരുടെ ഈർഷ്യയും കയ്പും വെറുപ്പും വെച്ചുകൊണ്ട് ഇതിലേക്ക് കരം നീട്ടാറുണ്ട്. എന്ത് പ്രയോജനം? അതാ പറഞ്ഞു, നമ്മൾ ഓരോ സമയത്തും യേശുക്രിസ്തു രക്തത്താൽ കഴുകപ്പെട്ടവരാകണം, ദുർമനസാക്ഷി ഇല്ലാത്തവരാകണം. ഹാലയിലെ ആ ശുദ്ധ മനസാക്ഷിയുടെ. കാരണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാ ഇവിടെ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ രക്തത്താലും കുഞ്ഞാടിന്റെ സാക്ഷ്യവചനത്താലും അവർ അവനെ ജയിച്ചു. പിശാചിനെ ജയിക്കാനായിട്ട് ഏറ്റവും പവർ യേശുവിന്റെ രക്തം പറഞ്ഞാൽ പിന്നെ ഒരു പൈശാചി ശക്തിക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല, അവൻ വിറയ്ക്കും. ഹാലലൂയ, ആമേൻ. പക്ഷെ ഇന്ന് പലപ്പോഴും പൈശാചി ശക്തിയിൽ അകത്ത് കയറി, ആലയത്തിനുള്ളിൽ കയറി ഹാലലൂയ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന സ്ഥിതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കഴികൾ പ്രാപിക്കാത്തത് കൊണ്ടാണ്. യേശുവിന്റെ രക്തത്തിന് പവർ ഉണ്ട്, പക്ഷെ ആ പറയുന്നവൻ ആ ദുർമനസാക്ഷി ഇല്ലാതെ പറഞ്ഞാലേ അതിൽ പവറുള്ളൂ. ഹാലലൂയ, ആമേൻ. കർത്താവ് നമ്മുടെ മന്ത്രവാദിയുടെ മക്കൾ യേശുവിനെ കുറിച്ച്, യേശുവിന്റെ നാമം എടുക്കാൻ നോക്കിയിട്ടും അവിടെ പറയുന്ന അപ്പൊ അവിടെ പിശാച് എന്താ പറയുക? യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഇന്ന് പിശാച് സാറാമി എനിക്ക് പരിചയമുണ്ട് കേട്ടോ എന്ന് പറയണമെങ്കിൽ സാറാമെ പേടിയുണ്ടെങ്കിലേ പിശാച് പറയത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം അവിടെ ആ വാക്ക്, ആ പേര് കേൾക്കുമ്പോൾ, ആ വ്യക്തിയെ കാണുമ്പോൾ, ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഭാര്യാപുരപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിശാച് പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് വിട്ടു പോകണമെങ്കിൽ അദ്ദേഹത്തെ പിശാചിനറിയാം. ആ ആളിവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം പോക്കാന്ന് പറഞ്ഞാൽ അവര് ഓടിപ്പോകും. ഹാലേലിയ. ഇല്ലാതെ നമ്മൾ എവിടെ ചെല്ലുമെന്ന് പറഞ്ഞാലും പിശാചിന് യാതൊരു അനക്കവും ഇല്ല, ഇളക്കവും ഇല്ലെങ്കിൽ നമ്മളെ അത് ഭയപ്പെടുന്നില്ല. കാരണം ഭയപ്പെടാതിരിക്കുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ സകല പാപവും ഒക്കെ നമ്മൾ ശുദ്ധീകരിച്ചിരിക്കുന്നു. നമുക്കൊരു ദുർമനസാക്ഷി പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് ആ രക്തത്തിന്റെ പവർ നമുക്ക് വേണ്ടി വെളിപ്പെടാതെ നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ രക്തത്താൽ ജയമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഹാലേലിയ. ആ ശക്തി അവിടെ ഉള്ളപ്പോൾ പോലും ഇതെടുക്കാൻ നമ്മൾ യോഗ്യരല്ലാതെ ഇരിക്കുന്ന അവസ്ഥ മാറ്റണം. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നമുക്കിത് എടുക്കാൻ, ഇത് പറയാനായിട്ട് യോഗ്യതയുണ്ട്. നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ഏത് മേഖലയുണ്ടെങ്കിലും യേശുവിന്റെ രക്തം കൊണ്ട് നമുക്കത് ജയിക്കാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കും ഭയങ്കര ക്ഷീണമാ, പ്രാർത്ഥിക്കാനിരിക്കും ഭയങ്കര ഉറക്കമാ, പ്രാർത്ഥിക്കാൻ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ മേഖലയൊക്കെ നിങ്ങൾ യേശു രക്തത്താൽ ഒന്ന് കഴുകൽ പ്രാപിച്ചു നോക്കിയേ. ആ രക്തത്തിന്റെ ജയമെടുക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മളിൽ കിടക്കുന്ന ആ ക്ഷീണവും ഉറക്കവും ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാനീ പറയുന്നത്. ഹാലേലൂയ. ഞാൻ ഇന്നലെ അങ്ങനെ യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി നഷ്ടപ്പെട്ട ശക്തിയൊക്കെ എങ്ങനെയൊക്കെയോ തിരിച്ചു വന്നതുപോലെ. ഹാലേലിയ. നമ്മൾ ഉറങ്ങി തൂങ്ങി 2 വാരത്തെ വർത്തമാനം പറയുമ്പോൾ ഉറക്കവും തൂങ്ങി കോട്ടുവായി ഇട്ടിരുന്ന സ്ഥലത്ത് എനിക്ക് ഇന്നലെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പറ്റി. ആരുമില്ലാതെ ഒറ്റയ്ക്ക്. കാരണം എന്താ വെച്ചാൽ there is a power in the blood of Jesus. Hallelujah. ആ പവർ വ്യാപരിക്കുമ്പോൾ അതിനെ പിടിച്ചടക്കി നിർത്തിക്കൊണ്ട് വേറെ ഒരു പവറിനും ഇവിടെ വ്യാപരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഏത് നമ്മൾക്ക് എതിരായി നിൽക്കുന്ന, പ്രതികൂലമായി നിൽക്കുന്ന ഏത് നാവുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്തിന് അടക്കാൻ കഴിയാത്ത ഒരു നാവുമില്ല. ഹാലേലിയ. പെനിഹിന്റെ ആ സാക്ഷ്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹാലേലിയ. ഏത് കീഴടങ്ങാത്ത പൈശാചിക ശക്തിയാണെങ്കിലും എത്ര വലിയ കീഴടങ്ങാൻ, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കീഴടങ്ങാതെ നിൽക്കുന്ന ഏത് പൈശാചിക ശക്തിയുടെ മുമ്പിലും യേശുവിന്റെ രക്തം പറഞ്ഞാൽ അത് കീഴടങ്ങ തന്നെ ചെയ്യും. കാരണം അത് വിട്ടുമാറും. കാരണം യേശുവിന്റെ രക്തത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പിശാചിന്റെ അച്ഛന്റെ എവിടെയാ പൊളിഞ്ഞെന്ന് ചോദിച്ചാൽ കാൽവരി ക്രൂശിയുടെ ചുവട്ട് പിശാചി വിറയ്ക്കാൻ തുടങ്ങി.
യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ പിശാചിന് അറിയില്ലായിരുന്നു യേശുവിന്റെ പ്ലാൻ എന്താണ്, ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന്. ഹാലേലൂയ. യേശു കർത്താവ് പിടിച്ച് അവൻ അന്നേരം എന്താ പറയാ, പിലാത്തോസ് അടിക്കാൻ കൽപ്പിക്കുന്നു, മുൾമുടി ധരിപ്പിക്കുന്നു, തുപ്പുന്നു, കുരിശ് കൂപ്പി. ഇവിടെ ഒന്നും പിശാചി ഭയപ്പെടില്ല. പിശാചി വിചാരിച്ച് ഇതൊക്കെ കഴിയുമ്പോൾ തീർന്നു. പക്ഷേ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കയറിയപ്പോൾ ഒരിക്കലും ദൈവദാസൻ പറഞ്ഞാല് പിശാചിന്റെ പാടാൻ തുടങ്ങി. അവൻ അപ്പോൾ സകലരെ ഇളക്കാൻ തുടങ്ങി. നിങ്ങൾ പറ, അവനോട് പറ, നീ ദൈവത്തിന്റെ പുത്രനാണോ, നീ മറ്റുള്ളവരെ രക്ഷിച്ചതല്ലേ, എന്നെ തന്നെത്താൻ രക്ഷിക്ക്, കുരിശിൽ നിന്ന് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ അവസാന നിമിഷം വരെ അവൻ കൂടെ കിടന്ന കള്ളന്മാരെ കൊണ്ടുപോലും പരിഹസിപ്പോഴും കർത്താവ് യേശു ക്രിസ്തു വാ തുറന്നില്ല, തിരിച്ച് പ്രതികരിച്ചില്ല. കാരണം അവന്റെ ആവശ്യം എന്താ വെച്ചാൽ കർത്താവിനെ കൊണ്ട് പ്രതികരിപ്പിക്കണം. ഹാലേലൂയ. ഈ പറയുന്നതിന് കർത്താവ് മറുപടി പറയണം. പക്ഷെ കർത്താവ് മറുപടി പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ മറുപടി പറഞ്ഞാൽ പരാജയത്തിലേക്ക് പോകുമെന്നറിയായിരുന്നു. അവിടെ ജയിക്കണമെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ കേൾക്കുന്നതിനും കാണുന്നതിനൊക്കെ മറുപടി പറയാൻ നിന്ന പിശാചി ജയിക്കും. അവൻ നമ്മളെ കൊണ്ട് മറുപടി പറയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ മുമ്പിൽ വന്നു നിന്ന് നമ്മളെ നോക്കി പല്ലുലിച്ച് കാണിക്കും, നിന്ദിക്കും, പരിഹസിക്കും. നമുക്ക് എവിടെയാണോ കുത്ത് കിട്ടുന്ന ആ മേഖലയെ കുത്തും. എപ്പോഴും പലരെ കൊണ്ട്, ആരെ കൊണ്ട് കുത്തിക്കുന്ന് വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്യുന്നവരെ കൊണ്ട് കുത്തിക്കാൻ തുടങ്ങും. കാരണം ഒരു ജയത്തിലേക്ക് പോകുമ്പോൾ അവന്റെ പരാജയം അവൻ കാണുമ്പോൾ അവന്റെ അവസാന അസ്ത്രം വരെ എടുത്ത് തൊടുക്കും. പക്ഷെ കർത്താവേ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ആ ജീവൻ കൊടുത്തപ്പോൾ പിശാചിന്റെ പരാജയം അവിടെ സംഭവിച്ചു. പിശാച് പൂർണ്ണ പരാജയം. അത് യേശു മരണത്താലാണ് പിശാചിനെ പരാജയപ്പെടുത്തിയത്. കാരണം അവിടെ ആ മരണത്താൽ പിശാചിനെ പരാജയപ്പെടുത്തപ്പോ എന്താ മരണത്തെ എങ്ങനെയാ? അവസാനത്തുള്ള രക്തം, മനുഷ്യന്റെ ജീവൻ, ശരീരത്തിന്റെ ജീവൻ എവിടെ ഇരിക്കുന്നു വെച്ചാൽ രക്തത്തിലിരിക്കുന്നു, അല്ലേ? ഒരു മനുഷ്യൻ ശരീരത്തിൽ രക്തം വാർന്നു പോയാൽ അവൻ മരിക്കും. അപ്പൊ രക്തത്താലാണ് അവസാനത്തുള്ള രക്തം വരെ. ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ലാതാകുന്ന അവസ്ഥ, ആ അവസ്ഥയിലെത്തി കർത്താവ് യേശു ക്രിസ്തു അങ്ങനെ കൊടുത്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാ പറഞ്ഞ ആ രക്തമാണ് അവനെ പരാജയപ്പെടുത്തിയത്. അവന്റെ തലയ്ക്ക് നമ്മൾ ഒരു ആണി അടിച്ചെന്ന് പറയാം. അതുപോലെ അവന്റെ തലയെ തകർത്ത അതുകൊണ്ട് അവൻ ഇപ്പോഴും ആ രക്തം എന്ന് കേൾക്കുമ്പോൾ വിറയ്ക്കുന്നത്. ആ രക്തം ഒരിക്കലായി നമുക്ക് വേണ്ടി അർപ്പിച്ച ജീവനുള്ള പുതുവഴി നമുക്ക് തുറന്നിട്ടാ പോയത്. മഹാപുരോഹിതന്മാര് ദൈവദാസൻ പ്രസംഗിക്കുകയും കേട്ടതാണ്. എനിക്ക് അതിന്റെ കറക്റ്റ് ആത്മീയർത്ഥത്തില് മഹാപുരോഹിതന്മാര് കാളക്കിടാങ്ങളുടെയും ആറ്റുകാറ്റന്മാരുടെയും രക്തം എടുത്തുകൊണ്ട് അമ്മേ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അതുപോലെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് ഈ രക്തവുമായിട്ട് എവിടെയാ അതിവിശുദ്ധ സ്ഥലമായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോവാൻ നിൽക്കുമ്പോഴാ മറിയ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാണുന്നു. അപ്പം പുരോഹിതൻ അങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരിടത്തേക്കും ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. അവിടെ ചെന്നത് തളിക്കാതെ മാറി നിൽക്കുക. എന്നിട്ടും മറിയയുടെ കണ്ണുനീര്, മറിയയുടെ സ്നേഹം കർത്താവിനെ അവിടുന്ന് മറിയയുടെ മുമ്പിലേക്ക് ഒന്ന് പിടിച്ചു നിർത്തി. അതുകൊണ്ടാണ് മറിയോട് പറഞ്ഞത്, എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് കയറി പോയിട്ടില്ല എന്ന് പറയും. കാരണം എന്താ, ഈ രക്തം കൊണ്ട് അവിടെ തളിച്ചാലേ ഈ ചെയ്തതിനൊക്കെ പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ എന്നറിയായത്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി എപ്പോഴത്തേക്കും കയറി ചെല്ലാൻ വേണ്ടി പുതുവഴി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ആ രക്തവും കൊണ്ട് കയറിപ്പോണ്ട ആവശ്യം. പക്ഷെ എന്നിട്ടും ഒരു മറിയയുടെ കണ്ണുനീര്, ഒരു മറിയയുടെ ദൈവത്തുള്ള സ്നേഹത്തെ അവിടെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് സഹായിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആ മറിയയുടെ സ്നേഹത്തെ കണ്ട് അത് കണ്ട് കർത്താവ് നിന്നെങ്കിൽ നമ്മൾ സ്നേഹിച്ച കർത്താവ് എത്രയധികം ചെയ്യും. മറിയയുടെ സ്നേഹം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവനില്ലെങ്കിലും വേണ്ടിയില്ല, ഇനി ഒരത്ഭുതം ചെയ്തില്ലേലും വേണ്ടിയില്ല, എപ്പോഴും ശവമായി തന്നെ അനങ്ങാതെ അനക്കമില്ലെങ്കിലും വേണ്ടിയില്ല, കർത്താവ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേലും വേണ്ടി, എനിക്ക് ആ കർത്താവിന്റെ ശരീരം കിട്ടിയാലും ഞാനിത് കൊണ്ടുപോയിക്കോളാം. എല്ലാവരും അത്ഭുതം ചെയ്യുന്ന യേശുവിനെ അന്വേഷിക്കുമ്പോൾ, ഉപകാരമുള്ള യേശുവിനെ അന്വേഷിക്കുമ്പോൾ, മോചിപ്പിക്കുന്ന യേശുവിനെ അന്വേഷിക്കുമ്പോൾ, വിടുവിക്കുന്ന യേശുവിനെ അന്വേഷിക്കുമ്പോൾ മറിയ പറഞ്ഞത്, ഒന്നും ചെയ്യാൻ കഴിവില്ലെങ്കിൽ എനിക്ക് യേശുവിനെ തന്നു. നമ്മുടെയൊക്കെ സ്നേഹം എങ്ങനെയാണ്? നമ്മളൊക്കെ എന്നും കർത്താവിന് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ കർത്താവ് എനിക്ക് ഒന്നും ചെയ്തു തന്നില്ലേലും വേണ്ടിയല്ല,
എനിക്ക് ജീവിതത്തിൽ ഇനി ഈ കഷ്ടതയാണ്, ഇതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, എന്നാലും വേണ്ടി എനിക്ക് എന്റെ കർത്താവുമായിട്ട് സ്നേഹത്തിൽ മുമ്പോട്ട് പോയെന്ന് ആര് പറയും? ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് അറിയണം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്ത വില എത്രയാണെന്ന് അറിയണം. വില കൊടുക്കാതെ ആരും ഹല്ലേലൂയ ആർക്കൊന്നും നേടാൻ കഴിയത്തില്ല, നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പം കർത്താവ് എത്ര വില കൊടുത്ത് നമ്മളെ നേടിയെങ്കിൽ നമ്മൾ അല്പമെങ്കിലും അതിന്റെ ഒരു അല്പ അംശമെങ്കിലും കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഹാലേലിയ. മറ്റുള്ളവർക്ക് വേണ്ടി പോലും ഹാലേലിയ. മറ്റൊരാൾ കഷ്ടത അനുഭവിക്കുന്ന കാണാം, മറ്റൊരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാണാം, മറ്റുള്ള ആര് ഭാരത്തിലിരിക്കുന്ന കാണാം, മറ്റുള്ള ആര് രോഗത്തിരിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹാലേലിയ ആ സ്നേഹം നമ്മളിൽ നിന്ന് വരുന്നില്ല എങ്കിൽ, ആ മനസ്സലിവ് നമുക്ക് തോന്നുന്നില്ല എങ്കിൽ ഹാലേലൂയ അവിടെയൊക്കെ ഹാലേലിയ നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് കർത്താവിന്റെ ഹൃദയം നമുക്ക് കിട്ടിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവിന്റെ ഹൃദയം നമുക്ക് കിട്ടിയ, കർത്താവിന്റെ മനസ്സിലും നമുക്ക് ഉണ്ടാകണം. കർത്താവ് നമ്മളെവിടെ ചേറ്റിലല്ലയോ നമ്മൾ കിടന്നത്, നാറ്റമല്ലയോ നമ്മളിൽ നിന്ന് വമിച്ചെന്നൊരു പാട്ടുകാരൻ എഴുതിയ പോലെ ആ ചേറ്റിൽ കിടന്ന് നമ്മള്, ആ നാറ്റത്തിൽ കിടന്ന് നമ്മള് ഹാലില്ല കർത്താവ് എടുത്ത് യോഗ്യരാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. തന്റെ രക്തത്താൽ കഴുകി ശുദ്ധമാക്കി യോഗ്യരാക്കി മാറ്റിയപ്പോൾ ഹാലിലിയ ആ യോഗ്യതയിൽ നമ്മളൊന്ന് നിൽക്കുമ്പോൾ നമുക്കതുപോലെ ചേറ്റിൽ കിടക്കുന്നവരെ കാണാം, നാറ്റം വമിക്കുന്നവരെ കാണുമ്പോൾ ഹാലിലിയ എന്താ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്? ആ മനസ്സലിവ് തോന്നുന്നുണ്ടോ? ആ സ്നേഹം തോന്നുന്നുണ്ടോ? ഓരോരുത്തരുടെയും ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഹാലേലിയ ഓരോരുത്തരും പഴയ കാലങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹാലേലിയ നമ്മുടെ കൊല്ലത്തെ പാസ്റ്റർ ചർച്ചിലൊരു കൊച്ചുണ്ട്. അവൻ അച്ഛനും ഇല്ല അമ്മയും ഇല്ലായിരുന്നു. പാസ്റ്റർ പറയായിരുന്നു 10 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഞാൻ കണ്ടു, ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ച് നല്ല യോഗ്യനായി ഒരു കുഞ്ഞൊക്കെ ജനിച്ച് പക്ഷെ പറഞ്ഞു അന്ന് ഒരു കടയിൽ ഇവൻ ചെന്ന് രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കടക്കാരൻ പറയും അവിടെ ബീഡി തിരക്കുന്ന കടയെന്ന ബീഡി തിരക്കുന്ന ആ ബീഡി കട്ടൻ ബീഡി വാങ്ങിയിട്ട് അതിലേക്ക് ചുക്കെല്ലാം തട്ടിക്കളഞ്ഞിട്ട് അവൻ വേറെ അടുത്ത കഞ്ചാവ് വെച്ച് തെറുത്ത് അവിടെ നിന്ന് വലിച്ചുകൊണ്ടേയിരിക്കും. ഹാലിലിയ. അങ്ങനെയുള്ള ആ കടക്കാരൻ പറഞ്ഞ അങ്ങനെയായിരുന്ന ഇവനെ ഇങ്ങനെയാക്കി മാറ്റാൻ പാസ്റ്റർ നിങ്ങളോട് ശരിക്കും ദൈവമുണ്ട്. കാരണം എന്താന്ന് വെച്ചാ അങ്ങനെ ചേറ്റിൽ കിടന്ന പലതിനെയും പിടിച്ചു പൊക്കി കൊണ്ടുപോയി കഴുകി വെളുപ്പിച്ച് ഇന്ന് യോഗ്യരാക്കി മാറ്റാനായിട്ട് ഒരു മനുഷ്യൻ മനസ്സ് കാണിച്ചത്. ഹാലലൂയ. അപ്പൊ അതുപോലെ ഒന്നിനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ എനിക്കിവിടെ എന്റെ കാര്യം തന്നെ നോക്കാൻ നേരമില്ല, പിന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ നേരം അപ്പോഴല്ലേ ഇവിടെ കിടക്കുന്നേ അവിടെ കിടക്കുന്നതൊക്കെ പെറുക്കി കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു. ചിന്തയാകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം ഇല്ല. നമ്മളുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. ഒരു യോഗ്യതയും ഇല്ലാത്തിടത്താണ് നമ്മളെ യോഗ്യരാക്കി മാറ്റുന്നത്. യോഗ്യരാക്കി മാറ്റി കഴിയുമ്പോൾ എന്തിന്റെ പേരിലാണെങ്കിൽ അത് വിട്ട് കോംപ്രമൈസ് ചെയ്യരുത്. ഏത് ബന്ധത്തിന്റെ പേരിലാണെങ്കിൽ അപ്പനല്ല അമ്മയല്ല നമുക്ക് അതിനെക്കാട്ടി പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറഞ്ഞാൽ പോലും നമ്മൾ കോംപ്രമൈസിന് തയ്യാറാകരുത്. കാരണം നമുക്ക് ലഭിച്ചത് എന്താണെന്ന് നമുക്ക് നല്ല ബോധമുണ്ടാകണം. എന്റെ പ്രമാണം വിട്ട് ഇസ്രായേൽ ജനത്തിനോട് മറ്റേ മോവാബേരും മറ്റുള്ള ജാതികളും പറഞ്ഞതില് ഒന്ന് വന്ന് നിന്നാ മതി, നിങ്ങള് ഒന്നും ചെയ്യണ്ട, ചുമ്മാ എങ്ങനെ കൂടുന്ന് നിന്നാ മതി, അല്ലെങ്കിൽ ഇതൊന്ന് കണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ വരുന്നോ ഇല്ല, ഞാൻ കാണുന്നോ ഇല്ലെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കും. ഒന്ന് വന്നാ മതി, ഒന്ന് കണ്ടാ മതി, ഒന്ന് നിന്നാ മതി. ഇന്നലെ ഞങ്ങളുടെ വീട്ടിലൂടെ ഇവിടുത്തെ പള്ളി വെച്ച് ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ അവിടെ കൊണ്ടുവിടും, ഞാൻ അങ്ങോട്ട് കയറത്തില്ല. അപ്പൊ ഇവര് വരുന്ന ബന്ധുക്കൾ ഞാൻ പറഞ്ഞു ഇവർക്കും ഒക്കെ എന്നെ അറിയാം, ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. അവരെ ഇവർക്കും ഒന്നും തോന്നി. ഞാൻ അവിടെ ചെന്ന് വിട്ടിട്ട് പാർക്കിങ്ങിൽ പോയി വണ്ടിക്കകത്തിരുന്നു. ഹാലലൂയ. പലരും വന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സോറി, ഞാൻ അറിഞ്ഞത്തില്ല, ഞാൻ അതിനകത്തെടുക്കാം. അതിനെന്താ ചേച്ചി അങ്ങോട്ടൊന്ന് വന്ന് നിന്നാ മതിയില്ല, അവിടെ നിൽക്കുന്നതിന് എന്താ കഴിവ്? ഞാൻ നിൽക്കുന്നോ ഇല്ല, ഇരിക്കുന്നോ ഇല്ല. ഇത് വിട്ടിറങ്ങിയതാണെങ്കിൽ ഇനി അതിനകത്തോട്ട് കയറുന്നില്ല. അതിനിപ്പോ ഇവിടുത്തെ ഏത് വലിയ ആളുടെ മക്കളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ പോലും എത്ര വലിയ ആൾക്കാരുടെ സംഭവമാണെന്ന് പറഞ്ഞാൽ പോലും കൂടെ ചാകാനിരിക്കുന്നവരുടെ ആ വീട്ടിലെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് കയറും. കാരണം ഞാൻ ഒരിക്കൽ അത് ഉപേക്ഷിച്ചു പോന്നതാണ്. ആ ഉപേക്ഷിച്ചു പോകുന്നതിന്റെ പിന്നാലെ ഇനി എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ ആരും കല്യാണം വിളിച്ചാലും പിന്നെ കല്യാണത്തിന് വരത്തില്ല. അത് കഴിയുമ്പോൾ വേണേൽ വീട്ടിൽ വന്നിട്ട് കണ്ടിട്ട് പോകുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നിടത്ത് വെറുതെ ചെന്ന് നിൽക്കാൻ മതി. ഇസ്രായേൽ ജനം നമ്മളെ വായിച്ചാൽ മനസ്സിലായി, ഇസ്രായേൽ ജനത്തെ അങ്ങനെയാ തെറ്റിച്ചുകൊണ്ട് പോയത്.
ഹാലേയ. ഞങ്ങളുടെ ചടങ്ങുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കൊന്നും വേണ്ട, നിങ്ങൾ ചുമ്മാ നിന്ന് തന്നാ മതി എന്നേ. നിൽക്കാൻ നീ പോയി കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ നീ ഹാലേയ അതിനകത്തൊരു പാകവാക്കായി മാറും. അവരൊക്കെ അപ്പൊ ഞാൻ പറയാം, പള്ളിയിലെ ചടങ്ങിന് എന്നാ എല്ലാരും എഴുന്നേൽക്ക്, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ കുത്തിയിരിക്കോടെ എഴുന്നേൽക്കുവോ? ഒരു മര്യാദയുള്ളവരാണ് നമ്മൾ കൂടെ എഴുന്നേൽക്കും അല്ലേ? ഇനി നമ്മൾ ഇരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറയാം, നമ്മളും ഇരിക്കും. എന്താ ചെയ്യുന്നേ? അവര് പറയുന്ന കമാൻഡിനനുസരിച്ച് നമ്മൾ അനുസരിക്കുന്നു. ഹാലൂയ. അവിടെ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യുകയാണ്. നമ്മൾ ചിലപ്പോൾ മുട്ട പടക്കുന്നുണ്ടാവില്ല, നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയാം, ആ പള്ളിക്കകത്തേക്ക് ഒരു ദിവസത്തെ പ്രസംഗിക്കാൻ, വചനം പ്രസംഗിക്കാൻ നിന്നെ വിളിച്ച് നീ ധൈര്യമായിട്ട് കയറിച്ചാലും അവിടെ ചെന്നത് കർത്താവിന്റെ ഹാലേലിയ സുവിശേഷം അവരോട് പറയണം. ഹാലേലിയ. അല്ലാതെ അവരെ ചടങ്ങിൽ പങ്കെടുക്കാൻ വിളിച്ചാൽ നീ പോകുന്നു. ഞാൻ ഇടയ്ക്ക് പറയും, പ്രസംഗിക്കാൻ വിളിക്കും, ഞാൻ വരാം. ഹാലേലിയ. പക്ഷെ ചടങ്ങില് പങ്കെടുക്കാൻ പോകാൻ പാടില്ല. ഹാലേലിയ. അപ്പം നമ്മളിവിടെ ഹാലേലിയ എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു, നമ്മളെ ഇതാക്കി പറയല്ല, നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ച് കഴിഞ്ഞതിന്. ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കൊരു ക്യാൻസർ വന്നു നിന്നോട്ടെ, ഈ ക്യാൻസർ നിങ്ങളെ വിട്ടുപോയി, ദൈവകൃപയിൽ വിട്ടുപോയി. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആഗ്രഹിക്കുക ക്യാൻസർ ഇനി മടങ്ങി വരണമെന്ന്? ഒരു ദിവസത്തേക്കെങ്കിലും എനിക്കതിങ്ങ് തിരിച്ചു താ. അല്ലെ ഞാൻ ഒരു ദിവസത്തേക്ക് ഞാൻ അത് കിട്ടുന്ന അഡ്ജസ്റ്റ് ചെയ്യട്ടെ, ആ വേദന എന്താണെന്ന് ഞാനൊന്ന് അറിയട്ടെ, അല്ലെ ആ രോഗം എന്താണെന്ന് ഞാനൊന്ന് അറിയട്ടെ എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? ഇല്ല. അതുപോലെ നമ്മൾ മുറിച്ച് കളഞ്ഞ ചില ക്യാൻസർ സെല്ലുകളാണ് ഇതൊക്കെ. നമുക്ക് അറിയാതിരുന്ന കാലത്ത്, അജ്ഞതയുടെ കാലത്ത് നമ്മൾ ഉണ്ടായിരുന്ന ഹാലേലിയ. ഇതിനെ നമ്മൾ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു അംശം പോലും, ഒരു കോശം പോലും നമ്മുടെ ശരീരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ആ ക്യാൻസറിന്റെ ഒരു കോശം നമ്മൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും അടുത്തടുത്ത സെല്ലുകളെ നശിപ്പിക്കാൻ തുടങ്ങുന്ന പോലെ ഹാലേലിയ ഇതുപോലൊരു ചെറിയ കാര്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ഹാലേലിയ എഫക്ട് ചെയ്യാൻ തുടങ്ങും. ഒരിക്കലും ദൈവദാസൻ പറഞ്ഞു, നമ്മുടെ ഈ വീട് നമ്മുടെ വീടാണ്. നമ്മള് അത് ഒരാൾക്ക് ഹാലേലിയ അല്ലെങ്കിൽ നമ്മളിപ്പോ ഇത് മറ്റൊരാളുടെ വീട്, ഞാൻ ഈ വീട് വാങ്ങിച്ചപ്പോൾ അയാൾ പറയാണ്, വീട് നിങ്ങൾക്ക് തന്നേക്ക, സ്ഥലം നിങ്ങൾക്ക് തന്നേക്ക, എല്ലാം നിങ്ങൾക്ക്, പക്ഷെ എനിക്ക് ഒരാണി അടിക്കാനുള്ള അവകാശം എനിക്ക് തരണം. നിങ്ങളുടെ വീടിനകത്ത് ഒരാണി അടിക്കാനുള്ള അവകാശം. എന്നിട്ട് ഒരാണിയല്ലേ അടിച്ചോട്ടെ. അയാളൊരാണി അടിച്ച് വരും ദിവസങ്ങൾ അയാളൊരു സഞ്ചി കൊണ്ട് അവിടെ തൂക്കിയിട്ടു. അതിനകത്ത് കുറച്ച് ഹാലേലിയ സാധനങ്ങൾ വെച്ചവിടെ തൂക്കിയിട്ട് ഈ ആണിയിൽ അയാൾ കൊണ്ടുവന്ന് തൂക്കുന്ന സഞ്ചിക്കകത്തിരുന്ന സാധനങ്ങൾ ചെയ്യാൻ തുടങ്ങി, നാറാൻ തുടങ്ങി. വീടിനകം മുഴുവൻ ദുർഗന്ധം വഹിക്കാൻ തുടങ്ങി. പക്ഷെ അയാൾ നമ്മൾ എടുത്തു കളയുമ്പോൾ അയാൾ തൊട്ടു പോകരുത്. ഈ ആണി അടിക്കാനായിട്ട് ഈ ഒരു ആണിയുടെ സ്ഥലം നിങ്ങൾ എനിക്ക് തന്നതാണ്, ഇതിനകത്ത് എന്തോ തൂക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഹാലേലിയ. ഇതുപോലെ തൂക്കിക്കഴിഞ്ഞാൽ, ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഹാലേലിയ ഇതിനെ മൊത്തം നമുക്ക് വീടുകളിൽ ഇരിക്കാൻ പറ്റാത്ത വണ്ണം ദുർഗന്ധം ഒഴിപ്പിക്കാൻ ഇതിന് കഴിയും. നമ്മൾ നോക്കുമ്പോൾ ചെറിയ ആണി അടിക്കാനുള്ള സ്ഥലമല്ലേ. മനസ്സിലാകുന്നുണ്ട്? അതുപോലെ പിശാചിന് നമ്മൾ ഇടം കൊടുത്താൽ, ഒരു ശകലം ഇടം കൊടുത്താൽ അവൻ അതിനകം മൊത്തം നാറ്റും. അവനെ പുറത്താക്കാനായിട്ട് ഹാലേലിയ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ നോക്കി ഹാലേലിയ ഭാര്യമാരെ നോക്കി, കുഞ്ഞുങ്ങളെ നോക്കി ഹാലേലിയ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും പല മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നില്ല. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിങ്ങൾ അവിടെ നിന്ന് ഉപയോഗിച്ച് നോക്കിയാൽ ഏതനുസരണമില്ലാത്ത അനുസരിക്കാൻ തുടങ്ങി. ഹാലേലിയ ഏത് പൈശാചിക ശക്തിയെയും ഹാലേലിയ തോൽപ്പിക്കാൻ കഴിയുന്ന യേശുവിന്റെ രക്തം. ഏതെങ്കിലും നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹാലേലിയ ഇന്നും പൈശാചിക ശക്തി പിടിച്ചു വെച്ചിരിക്കുന്ന ചില മേഖലയുണ്ട്, നിങ്ങൾക്ക് ബോധ്യമുള്ളിടത്ത് നിങ്ങൾ ഇന്ന് തുടങ്ങിയിട്ട് യേശുവിന്റെ രക്തം എപ്പോ പറയണമെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് നോക്കിയ ആ രക്തത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കുന്നതാണ്. നമുക്ക് ജയിക്കാൻ കഴിയാത്ത ഏത് മേഖലയുണ്ടെങ്കിലും നമുക്ക് വിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്റെ ഒരു സ്വഭാവം ഹാലേലിയ ആ ദൂഷ്യ സ്വഭാവം ഇന്ന് വിട്ടുമാറുന്നില്ല, എനിക്കതിനെ ജയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ യേശു രക്തത്താൽ ജയമെടുത്ത് നോക്കുക, ആ സ്വഭാവം നിങ്ങൾ ഇന്ന് അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന കാരണം അവിടെ പിന്നെ പിശാചിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. കാരണം പിശാചിന് അവനെ എങ്ങനെ ജയിച്ചു എന്ന് പറയും, യേശുവിന്റെ രക്തത്താൽ സാക്ഷി വചനത്താലും അവനെ അവർ ജയിച്ചു. ഹാലേലൂയ. അപ്പം അവൻ രാപ്പകൽ ദൈവസന്നെ കുറ്റം ചുമത്തുന്ന അപവാദിയായിരുന്നു. അവർ അവനെ കുഞ്ഞാട് രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടും അവരവനെ ജയിച്ചു. അപ്പൊ നമ്മളെ നിരന്തരമായി കുറ്റം ചുമത്തുന്ന അപവാദിയെ, നമ്മളെ ചിലതേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന അപവാദിയെ നമുക്ക് ജയിക്കാൻ കഴിയും. എങ്ങനെ? കുഞ്ഞാടിന്റെ രക്തം ഹേതു. അപ്പൊ യേശുവിന്റെ രക്തത്തിന് ജയിക്കാൻ കഴിയാത്ത ഹാലേലിയ പിശാചിന് ഒരു പ്രവൃത്തിയുമില്ല.
പിശാചിന്റെ പ്രവൃത്തിയിൽ അഴിപ്പാനല്ലേ ദൈവപുത്രൻ പ്രത്യക്ഷനായെന്ന് നമ്മുടെ വചനം. അപ്പൊ പിശാചിന്റെ പ്രവൃത്തി അഴിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തി അവനില്ല. അവൻ എവിടെ കെട്ടിയാലും ഹാലേലിയ ആമേ നമുക്കതിനെ അഴിക്കാൻ കഴിയും. ഹാലേലിയ. ഞാൻ പറഞ്ഞു ഇന്നലെ നമ്മൾ ചിന്തിച്ച വചനം, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ്. നമ്മൾ ഭൂമിയിൽ കെട്ടിയ സ്വർഗത്തിൽ കെട്ടപ്പെടും, നമ്മൾ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തെ അഴിയപ്പെടും. ഹാലേലിയ. അതുകൊണ്ട് തന്നെ ഏലിയ പ്രവാചകന്റെ കാലത്ത് ഹാലേലിയ അവർ എല്ലാം ഫൈറ്റ് നോക്കി എന്നിട്ട് അവസാനം പറഞ്ഞ് ഒരു രക്ഷയില്ല, ഏലിയാവിനെ തന്നെ കൊണ്ടുപോകാം. ഏലിയ വന്നാൽ മാത്രമേ, ഏലിയ പൂട്ടിക്കൊണ്ട് താക്കോല് തുറക്കാൻ ഞങ്ങളുടെ താക്കോലില്ല, ആ താക്കോല് ഏലിയാവിന്റെ കൈ മാത്രമേ ഉള്ളൂ. ഏലിയാവ് തുറന്നാൽ മാത്രമേ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കത്തുള്ളൂ. അതുകൊണ്ട് ഏലിയാവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഹാലേലിയ. അപ്പൊ ഏലിയാവിനെ അന്വേഷിച്ച് പരക്കം പറഞ്ഞു. അവസാനം ഏലിയാവിനെ കണ്ടു കിട്ടിയപ്പോ രാജാവ് ഏലിയാവിന്റെ തല വെട്ടാനല്ല ആഗ്രഹിച്ചത്. കാരണം വെച്ചാൽ രാജാവിന്റെ കാര്യം ബോധ്യമായി, താക്കോൽ ഇവന്റെ കയ്യിലായിരിക്കുന്നത്. ഞാനിവനെ കൊന്നാ എന്നേകമായി ആകാശം അടഞ്ഞ് എന്നെ കിടക്കും. ഹാലേലുയ. ഒരിക്കലും മഴ ലഭിക്കത്തില്ല. കാരണം മഞ്ഞും മഴയും ലഭിക്കാതെ വണ്ണം. ഹാലേലിയ. പണ്ടത്തെ കാലത്ത് മഴ പെയ്താലും മഞ്ഞുണ്ടെങ്കിൽ പോലും ചെടികളൊക്കെ അവരുടെ സസ്യങ്ങളും കൃഷിയിടങ്ങളൊക്കെ നനഞ്ഞിരുന്നു. പക്ഷേ മഞ്ഞും മഴയും പെയ്യാതെ വണ്ണം കൂട്ടി താക്കോലും കൊണ്ട് പോയേക്കവരെ കൊണ്ട് എങ്ങനെയും തുറപ്പിക്കാതെ ഇവനെ കൊന്നാ എന്ത് സംഭവിക്കും? പിന്നെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ഹാലേലിയ. അതുപോലെ അധികാരം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഹാലേലിയ. അതുകൊണ്ട് ഹാലേലിയ നമ്മൾക്കുള്ള പവർ എന്താണ് തിരിച്ചറിയണം. നമ്മൾ കർത്താവ് യേശു രക്തം എടുക്കാനായിട്ട് ഹാലേലിയ ആ രക്തത്തിന്റെ ശക്തി ഉപയോഗിക്കാനായിട്ട് യോഗ്യരാ. എറണാകുളം പട്ടണത്തിന് വേണ്ടി വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേരളത്തിന്റെ ഹാലേലിയ കേരളത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പൈശാചികമായിട്ടുള്ള പ്രവൃത്തി നടക്കുന്ന ദേശമാണ് എറണാകുളം. എറണാകുളം പട്ടണത്തിൽ എല്ലാ ആഭിചാരം, എല്ലാ മന്ത്രവാദവും, എല്ലാ ബ്ലാക്ക് മാജിക്കുകളുടെ ഉറവിടമായി മാറിയിരിക്കുമ്പോൾ അവിടെ നിന്ന് ആ പൈശാചിക ബന്ധനങ്ങളാണ് കേരളത്തിൽ ഉടനീളം ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പല തലമുറകളുടെ വില പല മാതാപിതാക്കന്മാരെ കൊല്ലാൻ വരെ കുഞ്ഞുങ്ങളിൽ നിന്ന് ധൈര്യം കാണിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനം ഉണരണം. ഇന്ന് ഈ ദിവസങ്ങൾ നിങ്ങൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മൾ നിൽക്കുന്ന ഇടങ്ങളിൽ നിൽക്കുന്ന പൈശാചിക ശക്തികൾ ഉപയോഗിക്കുന്ന പൈശാചിക ശക്തികളല്ല ആ ദേശം അടക്കി വാഴേണ്ട. കർത്താവ് യേശു രക്തത്താൽ വിടുവിക്കപ്പെട്ട ആ രക്തത്തിന്റെ പവർ തിരിച്ചറിഞ്ഞ ദൈവജനം ഉണർന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾക്ക് തന്ന അധികാരം ഉപയോഗിക്കും. ഞാൻ പറയും, ഏത് അന്ധകാര മണ്ഡലമാണെങ്കിലും അവിടെ അവര് കൂടും കുടക്കിയെടുത്ത് മടങ്ങിപ്പോകുന്നു. അവര് നിർത്തി അവര് ഒന്നിൽ അവർ കർത്താവിനെ അറിയാൻ ഇടയാകും, ഇല്ലെങ്കിൽ അവരവിടെ വിട്ടുപോകാൻ ഇടയാകും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുക തന്നെ വേണം. അവർക്ക് അവിടെ നിന്ന് വാഴുവാനായിട്ട് നിങ്ങൾ അധികാരം കൊടുക്കരുത്. കാരണം നിങ്ങൾ അധികാരം ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് അവർ വാഴുന്നത്. നമ്മൾ നിൽക്കുന്ന ഇടം, അറ്റ്ലീസ്റ്റ് ഞാൻ നിൽക്കുന്ന ദേശമെങ്കിലും ഞാൻ ഇവിടെ വാഴുമെന്ന് ഒരു ദൃഢപ്രതിജ്ഞ നമ്മുടെയൊക്കെ ചെയ്ത് നമ്മുടെ ഭവനത്തിൽ ഞാനായിരിക്കും ഇവിടെ വാഴ്ചത്. കാരണം എന്റെ കയ്യിൽ അധികാരം തന്നിട്ട് ഞാൻ വാഴും. മറ്റു ശക്തികൾ ഇവിടെ വാഴത്തില്ല. എന്റെ തലമുറയുടെ മേൽ പിശാചി ശക്തികളല്ല വാഴുന്ന ദൈവത്തിന്റെ അഭിഷേകമുള്ള ഞാൻ പറയും എന്റെ മക്കൾ അനുസരിക്കും. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുക. അതിനുവേണ്ടി നമ്മൾ നമ്മൾ ഉണരുക. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. അമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.